ഒരു ഒലയുടെ സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ച ആളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ വാഹനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഒലയുടെ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല റൈഡിംഗ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ്. ഓടിക്കാൻ നല്ല സുഖമുള്ള ഒരു വാഹനമാണ്. ആ കാര്യം നമ്മൾ പറയണം. ഇപ്പോൾ ഇറങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും സുഖമായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനമാണ് ഒല ഇലക്ട്രിക്. ഒലയുടെ S1 Pro, S1 Pro Gen 2 ഈ മോഡലുകളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഒലയുമായി ബന്ധപ്പെട്ട് അനവധി പ്രശ്നങ്ങൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആസ് എ കസ്റ്റമർ ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒല S1 Pro അല്ലെങ്കിൽ ഒല S1 Air തുടങ്ങിയ ഒലയുടെ ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും കമ്പനിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സർവീസ് ലഭിക്കുകയില്ല. ഒന്നാമത് നിങ്ങൾ പോയി ചെറിയൊരു കാര്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ അത് മാറ്റി കിട്ടിയെന്നിരിക്കാം. പക്ഷേ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു പാർട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരിക. അത്തരത്തിൽ ഇങ്ങനെയുള്ള സമയത്തിലാണ് നമുക്ക് ആ കമ്പനിയുടെ സർവീസിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒല എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ കംപ്ലൈന്റുകൾ വരാം ഈ വാഹനത്തിന് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ബോഡി. ഒല എന്ന് പറഞ്ഞ വാഹനത്തിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ലോ ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കും ഫൈബറും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രണ്ട് പ്ലാസ്റ്റിക് പാർട്സുകൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത് ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ്. മിക്കവാറും എല്ലാ ഭാഗവും ക്ലാമ്പ്. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന വാഹനത്തിന് ചില രണ്ട് ഭാഗങ്ങൾ യോജിപ്പിക്കാൻ വേണ്ടി ക്ലാമ്പ് ഉണ്ടാവില്ല, അങ്ങനെ വെച്ചിട്ട് ചെറിയ ക്ലാമ്പ് മീൻസ് ക്ലിപ്പ്, ചെറിയ ക്ലിപ്പുകൾ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഈ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരു കുഴിയിൽ ചാടുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശക്തമായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ, കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ വരെ ക്ലാമ്പ് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാറ്റില്ലാതെ വേറെ നിവർത്തിയില്ല. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ 10 രൂപയുടെ ക്ലിപ്പ് പൊട്ടിയതിന് നമ്മൾ 15,000-20,000 രൂപ കൊടുത്തിട്ട് ഈ ഭാഗം മൊത്തം മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അത് വേറെ നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കാനൊന്നും പറ്റില്ല. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തുള്ള പ്രശ്നം ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി. നമ്മൾ ബോഡിയുടെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ള ബിൽഡ് ക്വാളിറ്റി S1 Pro Gen 1 ജനറേഷൻ 1 ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അതിന്റെ ഫ്രണ്ട് ഫോർക്ക് ഒടിഞ്ഞു പോവുക എന്നുള്ളത്. മുന്നിലെ ഷോക്ക് അബ്സോർബർ ഒടിഞ്ഞു പോവുക. ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒടിഞ്ഞിട്ട് നിങ്ങളൊക്കെ റോഡിൽ കണ്ടിട്ടാവും, ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടാവും. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഒല S1 Pro ജനറേഷൻ 1 വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഒരു വണ്ടി ഓടുമ്പോൾ ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ അങ്ങ് ഒടിഞ്ഞു പോവുക. അത്രയേ ഉള്ളൂ അതിന്റെ ക്വാളിറ്റി. അത് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് ഓടിക്കാൻ പറ്റും? അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം, ഈ വാഹനവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രശ്നം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ജനറേഷൻ 2 വാഹനമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ജനറേഷൻ 1 വലിയ പ്രശ്നമില്ലായിരുന്നു. ജനറേഷൻ 2 ആയ സമയത്ത് ഇതിന്റെ ബെൽറ്റ്, ഈ ബെൽറ്റിലേക്ക് പൊടിയും ചളിയും ഒക്കെ തെറിച്ചുകൊണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു 4000-5000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ബെൽറ്റ് പൊട്ടിപ്പോകും. ബെൽറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ 4000 രൂപ വേണം. ഇത് വഴിയിൽ എവിടെയെങ്കിലും കിടന്നാണ് പൊട്ടുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ വണ്ടിയിൽ കയറ്റി എത്തിക്കാൻ ഒരു 1500 രൂപ വേറെയും വരും. ഒരു 5500 രൂപ നമ്മൾ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലവാക്കേണ്ടിയിരിക്കും. അവരുടെ പ്ലാൻ ഉണ്ട്, കെയർ പ്ലസ് പ്ലാൻ. അത് നന്നായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് ഇപ്പോൾ അത് ഉപയോഗമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. പിന്നെ ബ്രേക്ക് പാഡ്. മഴക്കാലമാണെങ്കിൽ ബ്രേക്ക് പാഡ്, ഇന്നൊരു ബ്രേക്ക് പാഡ് മാറ്റി 4 ദിവസം ഓടുമ്പോഴേക്കും ആ ബ്രേക്ക് പാഡ് തേഞ്ഞു പോകും. വീണ്ടും പുതിയത് മാറ്റണം. പുതിയത് മാറ്റുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ബ്രേക്ക് പാഡ് മാറ്റാൻ നമ്മുടെ കയ്യിൽ നിന്ന് 2000 രൂപയോളം നമ്മൾ ചിലവാക്കേണ്ടി വരും. പക്ഷേ ഈ 2000 രൂപയും കൊണ്ട് പോയാലും ബ്രേക്ക് പാഡ് കമ്പനി ഷോറൂമിൽ ഉണ്ടാവില്ല, സർവീസ് സെന്ററിൽ ഉണ്ടാവില്ല. ഈ ബ്രേക്ക് പാഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കാതെ വണ്ടി ഓടിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മെറ്റലുകൾ തമ്മിൽ അറിയുന്ന ശബ്ദമായിരിക്കും. പിന്നെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് കേടാവും. പിന്നെ ഡിസ്ക് 1800 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 2000 രൂപ കൊടുത്ത് ആ ഡിസ്ക് ഉൾപ്പെടെ നമ്മൾ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് ഡിസ്ക് പാഡും ഡിസ്കും തമ്മിലുള്ള ഒരു പ്രശ്നം വരുന്നത്. മഴക്കാലത്താണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഓടിക്കോളും, വലിയ കുഴപ്പമില്ല. ബെൽറ്റിന്റെ കാര്യത്തിലും നമ്മളൊരു വണ്ടി കൊണ്ടു ചെന്നാൽ അവിടെ ബെൽറ്റ് ഉണ്ടാവില്ല. അത് അവർ ഓർഡർ ചെയ്ത് എന്നാണോ വരുന്നത് അന്നേ മാറ്റി തരുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 10-15 അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മളെ വണ്ടി സർവീസ് സെന്ററിൽ വെറുതെ കിടക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വേറെ വണ്ടി ഓടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബസ് കയറി പോകേണ്ട ഒരു അവസ്ഥ വരും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയം. ഈ ഓലയുടെ സോഫ്റ്റ്വെയർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സാധനമൊക്കെ വാങ്ങി വന്ന് കയറി സ്റ്റാർട്ടാക്കുന്ന സമയത്തായിരിക്കും ഇത് റീബൂട്ട് ചെയ്യാൻ തുടങ്ങും. വണ്ടി ഇങ്ങനെ റീബൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, വെറുതെ ഒന്നുമില്ലാതെ റീബൂട്ട് ചെയ്യാം. നമ്മൾ ഒരു റീബൂട്ട് ചെയ്ത് വരണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം എടുക്കും. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് സമയം എടുക്കും. ആ സമയം നമ്മൾ എവിടെ കടയുടെ മുന്നിലൊക്കെയാണ് ഇതും പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇത് റീബൂട്ട് ചെയ്ത് വരാതെ നമുക്കിത് ഓടിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ
ഡിസ്പ്ലേ പ്രശ്നങ്ങളാണ്. നമ്മുടെ സാംസങ്ങിന്റെ ഫോൺ പറഞ്ഞ രീതിയിൽ ഇതിന്റെ ഡിസ്പ്ലേ ചിലപ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഫ്ലിക്കറിങ് വരും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ രാവിലെ നമ്മൾ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഒരു കറുത്ത കളറിൽ ഫെയ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഒന്നും വരില്ല ഡിസ്പ്ലേയിൽ. കുറേ നേരം ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡിസ്പ്ലേയിൽ വരും. ഇനി അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, വണ്ടി ഓൺ ആയിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ബ്രേക്ക് പിടിച്ച് പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഉള്ളിൽ വണ്ടി ഓൺ ആയിട്ടുണ്ടാവും, നേരെ ഓടിച്ച് പോകാൻ പറ്റും. പക്ഷെ ഡിസ്പ്ലേയിൽ നമ്മളൊന്നും കാണില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ആയവർക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്താ സംഭവിക്കണേ എന്നുള്ളത്. ഇനി ഡിസ്പ്ലേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേക്ക് ഒരു ഏകദേശം 20,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട സർവീസിന് വരും. അപ്പൊ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഏകദേശം വാറണ്ടി കഴിഞ്ഞ് തുടങ്ങുമ്പോഴാട്ടോ വരിക. വലിയ വലിയ ചെലവുകളാണ് നമുക്ക് ആ സമയത്ത് വരാൻ പോകുന്നത്. ഇനി S1 Pro Gen 1 ജനറേഷൻ 1ന്റെ ഫ്രണ്ട് ഫോർക്ക് ഒടിയുന്ന പ്രോബ്ലം അവരെന്ത് ചെയ്തു, രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോൾ അത് ഒഴിവാക്കി, ആ ഫ്രണ്ട് ഫോർക്ക് ഡിവലാക്കി 2 സസ്പെൻഷൻ വെച്ചു. അപ്പം പ്രശ്നം വേറെയായി. ബാക്കിലെ സസ്പെൻഷൻ എൻ്റെ വണ്ടിക്ക് സംഭവിച്ച കാര്യമാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കുഴിയിൽ ചാടി. അപ്പം ബാക്കിലെ സസ്പെൻഷൻ വെൽഡ് ചെയ്താണുള്ളത് വെച്ചിട്ടുള്ളത്. ആ മൗണ്ട് ചെയ്ത സ്ഥലത്തെ വെൽഡിങ് പൊട്ടിയിട്ട് ഈ സസ്പെൻഷൻ സീറ്റിന്റെ അടിയിലുള്ള ഡിക്കൊക്കെ തുളച്ച് നേരെ സീറ്റിലേക്ക് കയറി വന്നു. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. വണ്ടി ഓടുമ്പോൾ ബാക്കിലെ സസ്പെൻഷൻ പൊട്ടിയിട്ട് സീറ്റൊക്കെ തുളച്ച് നേരെ അടിയിൽ കയറി വരും. ഒരു പരിധിന്റെ അപ്പുറം മുകളിലേക്ക് കയറാഞ്ഞത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. സീറ്റിന്റെ അടുത്ത് വരെ വന്ന് അത് അവിടെ നിന്നു. അപ്പം വണ്ടി വലിയ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് അപകടവും സംഭവിച്ചില്ല. അപ്പൊ അത് എനിക്ക് മാത്രം പറ്റിയതാണ് വിചാരിച്ചു. അങ്ങനെയല്ല, യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ അനവധി ആളുകളുടെ വണ്ടിയുടെ ഡിക്കി തുളച്ചിട്ട് ഈ സസ്പെൻഷൻ മേലോട്ട് കയറി വന്നിട്ടുണ്ട്. അതൊക്കെ അത്രയും ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് തെളിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു വലിയൊരു പ്രശ്നം. ഫ്രണ്ട് ഫോർക്ക് നന്നാക്കിയപ്പം ബാക്കിലെ ഫോർക്ക് പോയി. സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടേ കിട്ടുള്ളൂ. നമ്മളൊരു കാര്യത്തിന് ഈ സാധനം കൊണ്ടുപോയിട്ട് സർവീസ് സെന്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം മഴക്കാലമോ കാണുന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ വരിവരിയായി കിടക്കുന്നത് കാണാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷനാവും. ടെൻഷനായിട്ട് കാര്യമില്ല, നമ്മളവിടെ വണ്ടി ഇടും, വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയായിരിക്കും. ഈ വണ്ടി ഏകദേശം ഒരു 2 മാസമൊക്കെ അവിടെ കിടക്കും, എന്നിട്ട് ചിലപ്പോൾ കിട്ടും. ചില സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ 4 മാസമൊക്കെ ആയിട്ട് വണ്ടി അവിടെ കിടന്നിട്ട് അതിൻ്റെ ഇടയിൽ ആൽമരമൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അത്രയും പരിതാപകരമാണ് ഇവരുടെ സർവീസ്. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് MCU അഥവാ അതിന്റെ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്. VCU എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന്റെ മെയിൻ ഡാറ്റകളൊക്കെ അതിലായിരിക്കുന്നത്. ഇത് രണ്ടും ചിലപ്പം എന്നല്ല, മിക്കവാറും വണ്ടികളുടേത് ഏകദേശം ഒരു 40,000 കിലോമീറ്ററിന്റെ അടുത്ത് ഓടുമ്പോൾ MCU പോവും. ഇതിന്റെ വാറണ്ടി 40,000 കിലോമീറ്റർ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ MCU പോയി. MCU എന്ന് പറഞ്ഞാൽ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അനങ്ങില്ല. ഇത് മാറ്റാന്ന് പറഞ്ഞാൽ നന്നാക്കാൻ നമുക്ക് കഴിയൂല. കമ്പനിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് മാറ്റണം. ഒന്നാമത്തെ കാര്യം, ഇത് ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് എത്തിക്കാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യും. പൈസ ഏകദേശം 20,000 രൂപയുടെ അടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോകും ഈ MCU മാറ്റാൻ. അതുപോലെ തന്നെയാണ് VCU. ഇത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15,000 രൂപ അതിനും പോകും. ഇത് പുറത്തുനിന്ന് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും, പക്ഷേ ആ റിപ്പയറിംഗ് കോസ്റ്റ് ഏകദേശം 7,000-8,000 രൂപ റിപ്പയർ ചെയ്യാൻ വരും. അത് എത്രത്തോളം നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇനി നമ്മൾ ഈ വണ്ടി എടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് നമുക്ക് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പോവാം. പക്ഷെ അനവധി ആളുകൾ കംപ്ലൈന്റ് ചെയ്തിട്ട് ഓലയുടെ വക്കീൽ വരെ ഈ കേസ് ഇട്ടിട്ട് പോയ അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓലയുടെ കേസ് ഹാൻഡിൽ ചെയ്യണ വക്കീലിന് മതിയായി, കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരത് ഇട്ടിട്ട് പോയി. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഓല വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഓല വാഹനം മേടിച്ചിട്ട് ഈ ഓലയുടെ വണ്ടി വാങ്ങിച്ചിട്ട് രാവിലെ സുഖമായിട്ട് ഓഫീസിൽ പോവാ തിരിച്ചു വരാന്ന് ആരും വിചാരിക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓല വണ്ടി വാങ്ങിക്കാം. അതല്ല, വലിയ മനസമാധാനം പ്രതീക്ഷിച്ച് നടക്കണോ, ഓല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള മനസമാധാനം പോവും. ഇതിൽ യാതൊരു സംശയമില്ല. ഓല ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മതി. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഓല എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിൽക്കുന്ന വാഹനത്തിന് നല്ല രീതിയിൽ സർവീസ് കൊടുത്തതിന് ശേഷം മാത്രം ഇനിയും വണ്ടി ഇറക്കുക. ഈ വാങ്ങിച്ചവരാകെ പെട്ട് കിടക്കുകയാണ്. കൽപ്പറ്റയൊക്കെ ഷോറൂം ആളുകൾ പോയി പൂട്ടിച്ചു. പല സ്ഥലത്തും കച്ചറ അടിപിടി ഉണ്ടായിട്ടുണ്ട്. ഈ ഓലയുടെ സർവീസ് ടെക്നീഷ്യന്മാർ കൂട്ടത്തോടു കൂടി അവിടുന്ന് പിരിഞ്ഞു പോയി. ഞങ്ങൾ ഇവിടെ വർക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി പോവാണ് ചെയ്തത്. അപ്പം ഈ ഒരു സർവീസ് വിഷയം ഇവർ പരിഹരിക്കാതെ ഈ ഓലയുടെ വാഹനങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അവർ സർവീസൊക്കെ നന്നാക്കട്ടെ, അതിന്റെ ശേഷം വാങ്ങിച്ചാൽ മതി.